ഈ ഇടയായിട്ട് കല്യാണത്തിന് പോയി അബദ്ധങ്ങൾ പറ്റുന്ന എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്. ഇന്ന് എനിക്ക് 2 കല്യാണമുള്ള ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ കല്യാണം പേയാട് SP വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗോപിക അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഗോപിക പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് നേരത്തെ പോകാം, അല്ലെങ്കിൽ സീറ്റ് ഇട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങൾ വളരെ നേരത്തെ ആയിപ്പോയി. കാരണം ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരൊറ്റ കുഞ്ഞില്ലായിരുന്നു ഞങ്ങളല്ലാതെ. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്താലും അബദ്ധമേ പറ്റുന്നുള്ളൂ. ഈ സ്റ്റേജ് ഡെക്കറേഷൻ പോലും അവർ ചെയ്ത് ഞങ്ങൾ വന്നതിന് ശേഷം കേട്ടോ, കല്യാണ പെണ്ണ് പോലും വന്നിട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നേരത്തെ വന്നതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ലാതെ നേരെ പോയി നമ്മുടെ കല്യാണ പെണ്ണിനെ കണ്ടു. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്, ആസിയ എന്നാണ് പേര്. ആസിയ എൻ്റെ കൂടെ 10th വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആസിയെ കണ്ടു, കുറെ നേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ വന്നു. മനസ്സിലായില്ലേ, നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു മുസ്ലിം വെഡിങ്ങിന് പോകുന്നത്. വളരെ ലളിതമായ ചടങ്ങുകളായിരുന്നു അവർക്ക്. അപ്പോൾ പ്രിയയുടെ കല്യാണത്തിന് പറ്റിയ അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആസിയുടെയും ഹസ്ബൻഡിന്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതേ അടിച്ചു പൊളിച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇനി നേരെ വീട്ടിലേക്ക്. ബൈ ബൈ.